നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
സ്വർഗദർശനം. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനി സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ മുറിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപന്തങ്ങൾ. ഇവ ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളങ്കുകടൽ. സിംഹാസനത്തിന് മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തത് കാളയെ പോലെ, മൂന്നാമത്തതിന് മനുഷ്യനെ പോലുള്ള മുഖം, നാലാമത്തത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപകൽ ഇടപെടാതെ അവർ ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് രക്ഷകൻ. അവരുടെ വാക്കുകൾ പ്രവർത്തികളും പ്രവചനങ്ങൾക്ക് അനുസൃതമായിരിക്കും. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാൻ ശിഷ്യന്മാർ യേശുവിനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാർ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു. അവനെ അടുത്തെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപയോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. മനുഷ്യനായി പ്രദർശിക്കായി ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. വിനീതരായവരുടെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യശിശുവിന്റെ സ്ഥലത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരക്കുമാരുടെ മനുഷ്യാവതാരം വഴി ഏഴുമണി ദാരിദ്ര്യത്തിന്റെ മാതൃക കാട്ടുകയും സമാധാന പ്രത്യാശം നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപപരമായിട്ടുള്ള പ്രതീക്ഷവാദങ്ങളും നേടുന്നതിനും മനുഷ്യ ശരീരപ്പെടുത്താൻ ഞങ്ങളുടെ പാപങ്ങൾ പരിഹാരം ചെയ്യുന്നതിനും അങ്ങനെ പ്രയാസത്തെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാൽ നശിച്ചു പോകാതെ അവരുടെ രീതിയിലുണ്ടാക്കിയതിനും അവരെ നൽകുവാൻ വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസനെ ഉപദേശിച്ച് കാൽപ്പെടുന്ന ദിവസത്തിന് വഴി പലതരെയും പാപങ്ങളെ കഴിപ്പിച്ച ദൈവമേ, വിശ്വാസ സഭയുടെ തലവനായ പരിശുദ്ധാവ് മറിയോ പോലാവുമാകെ ഞാൻ സഭയുടെ നാമനാമനുമായ ഞങ്ങൾ മുദ്രാപുരനും വ്യായമാർ ദോഷം മുദ്രാപുരത്തെ മറ്റെല്ലാ മുദ്രാന്മാരും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ,
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗ്ഗവാസികളായ ഞങ്ങളും മാലാഖമാരും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീൺമാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഹൃത്തേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം
ഇത് വാങ്ങി ഭക്ഷിക്കുന്നു.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിയായ പാവനം അവിടെ കാരണത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മാനസത്തിൻ മണിവാതിൽ തുറന്നിടാം. ആത്മനാഥൻ മുട്ടിയെന്നെ വിളിക്കുന്നു. ദൈവപുത്രൻ കുരിശേന്തി കാൽക്കുഴഞ്ഞു. പാപിയാമെന്നെ തേടി ഇന്നു വന്നിടുന്നു. മാനസത്തിൻ മണിവാതിൽ തുറന്നിടാൻ. ആത്മനാഥൻ മുട്ടിയെന്നെ വിളിക്കുന്നു. മോദമെന്നിൽ ത്യാഗമെന്നിൽ ഒന്നു
ശരീരത്തോടെ കടങ്ങൾ പോകുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിനെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സദാശരണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് പാപം ചൊരിയട്ടെ. അവിടുന്ന് കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലങ്കൈ നിത്യം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പിതാവായും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരദാനങ്ങളും അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിൽ നിങ്ങൾ നിറയ്ക്കണമേ. ഉന്നതമായ ആകാശത്തെ പോലെ എന്നേക്കുമായി സംശയ ഭൂമിയെ പോലെ അവിടുന്ന് തന്നെ ആനന്ദ വിശു എന്ന സംഗീത വചനത്തിൽ ആശ്രയിച്ച് ദൈവാരാധനയും സ്തുതിക്കും വചനാനുബോധനമായി പുതിയ ദേവാലയം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകോദര സഹോദരനെ പോലെ കർത്താവിന്റെ ദേവാലയം പണിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇഷ്ടാനുസരണമായി ദേവാലയ നിർമ്മാണം നടത്തുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരെ കാത്തു പരിപാലിക്കണമേ. എല്ലാ സഹോദരങ്ങളെയും അവിടെ നന്മയായി സഹായിക്കണമേ. വിശ്വാസപിതാവിന്റെ നാമധേയമുള്ള ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തിന് സാമ്പത്തികമായി സഹായിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ദൈവാരാധനയ്ക്കായി സമർപ്പിക്കുന്നതിനും പരിശുദ്ധ സഹായമാകാതെ വിശ്വാസപിതാവ് വിശുദ്ധ വിശുദ്ധോമാസിലായി വിശുദ്ധാസിലായി സബസ്തേരോസി വിശുദ്ധീകരണ വിശുദ്ധായമാലാക്കി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർ നല്ല ദൈവമായ കർത്താവിന് ആലയം പണിയുവാൻ തുടങ്ങിയ ദൈവവചനത്തെ ഞങ്ങൾ ഉദ്ദേശിപ്പിക്കണമേ. സഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ദൈവത്തിന്റെ ശക്തിയുള്ള നിത്യസഹായമാകാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി അങ്ങ് വാങ്ങി തരണമേ.
സകലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ള ഈശോയോട് കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. എല്ലാ മനുഷ്യ സ്നേഹത്തിലും ഐക്യത്തിലും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും നേതാക്കൾക്കും ജനങ്ങൾക്കും നീതിബോധവും സത്യസന്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും നൽകണമേ. എല്ലാ കുടുംബങ്ങളും ദൈവേഷ്ടപ്രകാരം ജനിക്കുന്നതിനും അവർ വിശുദ്ധരായ വളർന്നവർ വീടിന് നാടിന് തിരുസഭയും അനുഗ്രഹങ്ങളായി തീരുന്നതിനും ഇടയാക്കണമേ. ദുഷ്ടകൂട്ടുകെട്ടുകളും ദുശീലങ്ങളും മാധ്യമങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗവും മൂലം വഴിതെറ്റിപ്പോകുന്നതിന്റെ മക്കളും നേർവഴിയാകുന്നതിന് ഇടയാക്കണമേ. മദ്യാസക്തി, ജീവിത വ്യക്തത എന്നിവയാൽ തകർന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങനെ മോശം നൽകി അനുഗ്രഹിക്കണമേ. ഉത്തമമായ ജീവിതാന്തസ്സും ഉചിതമായ തൊഴിൽ നൽകി എല്ലാവരും ഈ വാഹനയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള ബഹുമാനത്തിലും ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിലും സഹോദരൻ തമ്മിലുള്ള യോജിപ്പിലും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ക്രമത്തിന്റെയും സമാധാനത്തിന്റെയും വിശുദ്ധീകരണങ്ങളായി കുടുംബം രൂപപ്പെടുവാൻ ഇടയാക്കണമേ. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യാം. നേത്രങ്ങൾ കൊണ്ട് നോക്കുക, നിൻ പാതേക നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മധുരമേറും നിൻ നേത്രങ്ങൾ ശോഭപൂർണ്ണങ്ങൾ ആണല്ലോ.
ഈശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ നമുക്ക് മാതാവും മധ്യസ്ഥയുമായി നൽകിയ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കാനായിലെ കല്യാണത്തിന് സംഗീതനായിരുന്നതുപോലെ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനങ്ങളിലും സംഗീതയാകട്ടെ. ദൈവത്തിന് ജനത്തിന് വേണ്ടി ജീവിക്കുന്നതിനും ഉത്തരവാദിത്ത ബോധത്തിലും സേവന തൽപരതയും വളർത്തുവരുന്നതിനും കന്യകാമാതാവ് നമ്മെ സഹായിക്കട്ടെ. അവരുടെ മാധ്യസ്ഥ വഴി നമ്മുടെ കർത്താവ് യേശുമിശിഹാ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മെ സന്നിധി ചെയ്യട്ടെ. നമ്മുടെ വഴികാട്ടിയായ നമ്മുടെ മുന്നിലും നമ്മുടെ കാവൽക്കാരനായ നമ്മുടെ പിന്നിലും നമ്മെ അനുഗ്രഹിക്കുന്നവനായ നമ്മുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ